എല്ലാവർക്കും നമസ്കാരം. അപ്പം കാർത്തിക്കുട്ടിയുടെ സ്കൂളൊക്കെ ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ ആവുകയാണ്. അപ്പം ഞാനിന്ന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കാർത്തിക്കുട്ടി വരുന്നതിന് മുന്നേ തന്നെ അവരുടെ പുസ്തകങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു, എല്ലാം വൃത്തിയാക്കി. കാരണം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ കളിയിലോട്ടൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് മാതാവിനെയൊക്കെ ഞാനിവിടെ ഇങ്ങനെ വെച്ചു. പിന്നെന്താ, അതുപോലെ തന്നെ ബുക്സൊക്കെ ഞാനിവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാനിങ്ങനെ വൃത്തിയാക്കി നല്ല ഇതാക്കിയിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവർ വന്നു കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറക്കുമ്പം ഓരോ കാര്യങ്ങളും ഇവരുടെ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇവിടെ ഒന്ന് താഴെ വീണ് കേട്ടോ, അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ ജോലി ഇതായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെയെല്ലാം എന്താ പറയുക, ക്ലീനാക്കി ഇടുക എന്നുള്ളത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക, ക്ലീനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ അങ്ങ് മാറിയിട്ട് നമുക്ക് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒട്ടും ചിലപ്പോൾ സമയമൊന്നും കാണത്തില്ലെങ്കിലും ഞാൻ എന്താ പറയുക, ബാക്കി വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കിച്ചണൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്തെന്നൊക്കെ പറയാം. എല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, കുറച്ചാണ്ട് ഈ ഡപ്പിലൊക്കെ എല്ലാം ആക്കി വെച്ചു. പാത്രമൊക്കെ കഴുകി വെച്ചാണ് കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് ഞാനിവിടെ കഞ്ഞി രാവിലെ കൊടുത്തതിൻ്റെ ബാക്കി വീണ്ടും ചൂടാക്കിയിട്ട് പിന്നെ ഉച്ചക്കത്തേക്കിനുള്ള കഞ്ഞിയായിട്ടോ ഇത്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് റൈസാണ്. ഞാൻ കഴിച്ചില്ല, പിന്നെ കഴിക്കൂ. ഇതിൽ നിന്ന് കുറച്ച് വാങ്ങിച്ച മുന്തിരിങ്ങ കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി വീണ്ടും കുറേ പണികൾ കിടപ്പുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ എന്തായാലും എനിക്ക് ഇപ്പോൾ പറ്റത്തില്ല. കാരണം സർജറി കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വീഡിയോസായിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ.